എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എന്ത് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ട്രാവലിംഗ് ആണ്. അപ്പോൾ ഇത് കാണുന്ന കുറേ അധികം ആൾക്കാർക്ക് കുറേ ദിവസം കൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്ന്. അതുകൊണ്ടായിരിക്കും ആ ഒരു കാർഡ് എപ്പോഴും വന്നത്. ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ, ദ ഡ്രീം, കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്, പോസിബിലിറ്റീസ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് വന്നു. ഇൻഡ്യൂഷൻ, സ്പിരിച്വൽ, ഡിസെപ്ഷൻ ആൻഡ് എൻവി. ഇതിൽ നിങ്ങളെവിടെയോ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം. അങ്ങനെ ട്രാവലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്തുനിന്ന് കാണുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തോ കാര്യങ്ങളിൽ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സും ഒത്തായിരിക്കാം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരുമൊത്ത്, കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമൊത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി നിങ്ങൾക്കൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ട്. ഡ്രീമാണ്. സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിന്നുള്ള ആളിനെ, നിങ്ങൾ ഒരു എക്സ് ലവറെ ആയിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നത്. ആ എക്സ് ലവറെ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ആ ആളൊന്ന് വിളിക്കാനോ ഒന്ന് നിങ്ങളെ കാണാൻ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ശരിക്കും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് ആ ആളിനെ ഒന്ന് കാണണമെന്ന്. ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഒരു കോണ്ടാക്റ്റും ഉള്ള ആളായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും സെപ്പറേറ്റഡ് ആയി പോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് കുറേ കാലം കൊണ്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഒന്ന് കാണണ്ടെങ്കിൽ എന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറയാനൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ്. ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നേ ദിവസം നിങ്ങൾക്ക് അറിയുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് അവരെ പറ്റി ഒരു വിവരവും അറിയാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് അറിയണമായിരിക്കാം ഇവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാതിരിക്കുന്നുണ്ട് എങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വലിയ കാര്യങ്ങൾ കിട്ടിയിട്ടേ നമ്മൾ സന്തോഷിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ സമയമൊക്കെ മാറി ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ മതി എനിക്കൊന്ന് സന്തോഷിക്കണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കംപ്ലീഷനാണ്. പലർക്കും ഇന്ന് ശരിക്കും സന്തോഷിക്കാനുള്ള കുറേയധികം കാര്യങ്ങൾ ദൈവമായിട്ടൊന്ന് നിങ്ങൾക്ക് തരുന്നുള്ളത് കാണുന്നുണ്ട്. കാരണം കംപ്ലീഷനാണ്. കംപ്ലീഷൻ വേൾഡ് കാർഡാണ്. അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിയും വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യം ഇന്ന് ചെയ്താലും നിങ്ങളത് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം എന്ന് നിങ്ങൾ കുറിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബോധത്തിലേക്ക് പോകുന്നൊരു സമയമായിരിക്കും, ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളൊരു വഴി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. നേരത്തെ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്നെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു സമയമാണത്. പിന്നെ സാധ്യതകൾ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു നിങ്ങൾ. ചിലപ്പോൾ നേരത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ അത് നിങ്ങളെ കയ്യിലെത്തിയിട്ട് നിങ്ങളതൊന്നും വലിയ മൈൻഡ് ചെയ്യാതിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ സാധ്യതകളെയും നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടാം എന്നുള്ള ഒരു ചിന്തയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നുണ്ടോയെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശരിക്കും നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്രയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ആ ഒരു സുഷുപ്തി ഉണ്ടാവും ഇന്നേ ദിവസം നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. പവറാണ്. അപ്പോൾ പിന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസും വന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചലഞ്ചസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റാനുള്ള പവർ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ചലഞ്ചസ് ഉണ്ടാവും, എന്തായാലും നമ്മൾ മുന്നോട്ടുള്ള വഴിയിൽ എന്തായാലും ചലഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഈസി ഗോയിങ് അല്ല ജീവിതം. അപ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ ഉള്ള എന്ത് ചലഞ്ചസും എനിക്ക് അത് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഒരു ദൃഢ വിശ്വാസം വരുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ എന്തെങ്കിലും നേരത്തെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം അതൊരു ക്ലൂ എങ്കിലും നിങ്ങൾക്ക് കിട്ടും. അത് നടക്കും എന്നുള്ളൊരു ക്ലൂ എങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ബോട്ടം മുതലൊക്കെ ഡിസെപ്ഷൻ ആൻഡ് എൻവി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള അസൂയയും ശത്രുതയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ അസൂയപ്പെടുത്താൻ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നു. നിങ്ങൾ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ലൈഫ് മുഴുവൻ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം അതാണ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് വന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകും തോറും ഒരുപാട് ചലഞ്ചസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കോ എനിക്ക് തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൃഢവിശ്വാസം ഇന്നേ ദിവസം വരുമെന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. ശരിക്കും എന്താണ് മുന്നിൽ നടക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നു നിന്നാൽ പോലും ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ്, ഇവർ നമ്മളെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ ചിന്തിക്കുന്നത്, നമുക്ക് വേണ്ടി നല്ലതാണോ ചീത്തയാണോ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ട്രയംഫാണ്. അപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തന്നെ ജീവിക്കുക. എല്ലാ ദിവസവും നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നില്ല. ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ അത് മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുക. പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ പാഷൻ അത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്കെന്നുള്ളതാണ്. സ്പിരിച്വൽ സ്ട്രെങ്താണ്. അപ്പം നിങ്ങൾ ആൾറെഡി സ്പിരിച്വലി വളരെ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. വെറും സാധാ മനുഷ്യരല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചുറ്റിനുള്ള പലർക്കും ഒന്നും അറിയാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ അല്ല നിങ്ങൾ.
അപ്പോൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇപ്പം എല്ലാ മനുഷ്യരും ഓരോരോ ജന്മങ്ങളെടുത്ത് ക്ലെൻസ് ചെയ്താണ് സ്പിരിച്വൽ ഒരു പാത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ആൾക്കാർ, കുറേയധികം ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ ഇപ്പോൾ അവർക്ക് കുറേയധികം ക്ലെൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറേയധികം ജന്മങ്ങൾ കഴിയുമ്പോൾ അവരും ഇതേ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പം നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്തിലെത്തിയ ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നിങ്ങളുടെ സക്സസ് വളരെ അടുത്താണ് എന്ന് മനസ്സിലാക്കുക. വളരെ സന്തോഷമായിട്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. വളരെ ഹാപ്പിയാണ് എല്ലാവരും. ഏകദേശം നല്ലൊരു എനർജിയിലാണ് ഇന്നുള്ളതെന്ന് കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് ഭഗവാന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ട്രൂ ഡിവേഷൻ ആൻഡ് ഫെയ്ത്ത്. നിങ്ങൾ ന്യൂ ക്രിയേഷനാണ്. ടൈം ടു മൂവ് ഓൺ. നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് അതെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതിന് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശരിക്കും ട്രൂ ഡിവോഷനും ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളൊരു പുതിയ ക്രിയേഷനാണെന്ന്, നിങ്ങൾ പഴയ ആ ഒരു ആളെ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ ക്ലെൻസ് ചെയ്ത് ഒരുപാട് മാറേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ മാറി നിങ്ങളൊരു ന്യൂ ക്രിയേഷനായി നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഇന്നേ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഇന്ന് സക്സസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.